ഖുർആൻ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് 21-ാമത്തെ അധ്യായം സൂറത്തുൽ അംബിയായിലെ ആദ്യത്തെ 23 വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഇനി 24-ാമത്തെ വാക്യം മുതൽ നമുക്ക് ഇന്ന് വായിച്ചു പോവാം. 24. അഥവാ അവന് പുറമേ അവർ വല്ല ആരാധ്യന്മാരെയും സ്വീകരിച്ചിരിക്കുന്നുവോ? പറയുക, നിങ്ങളുടെ തെളിവ് കൊണ്ടുവരുവിൻ, പ്രമാണം കൊണ്ടുവരുവിൻ. ഇതാ എൻ്റെ കൂടെയുള്ളവരുടെ ഉത്ബോധനവും എൻ്റെ മുമ്പുള്ളവരുടെ ഉത്ബോധനവും, എങ്കിലും അവരിൽ അധികം ആളുകളും യഥാർത്ഥം അറിയുന്നില്ല, അതിനാൽ അവർ തിരിഞ്ഞു കളയുന്നവരാണ്. മക്കക്കാരെക്കുറിച്ചുള്ള പയ്യരം പറച്ചിൽ തന്നെയാണ് ഇവിടെയും തുടരുന്നത്. അവരോട് തെളിവ് കൊണ്ടുവരാൻ പറയുകയാണ്. അവർ തെളിവ് കൊണ്ടുവരേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം അവർ അല്ല അവിടെ പുതിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വന്നത്. പുതിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ താൻ ദൈവദൂതനാണെന്നും താൻ പറയുന്നത് ദൈവത്തിൻ്റെ വെളിപാടാണെന്നും അവകാശപ്പെട്ടത് മുഹമ്മദാണ്. മുഹമ്മദിനോട് അവരിങ്ങോട്ട് ചോദിച്ചതാണ്, എന്നാൽ നീ അതിൻ്റെ തെളിവ് കൊണ്ടുവാ. നീ അങ്ങനെ വേദഗ്രന്ഥം എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു വേദഗ്രന്ഥം കൊണ്ടുവാ. നിൻ്റെ കയ്യിൽ എന്തെങ്കിലും തെളിയിക്കാൻ പറ്റുന്ന ദൃഷ്ടാന്തങ്ങളുണ്ടെങ്കിൽ അത് കൊണ്ടുവാ. ഞങ്ങൾ എല്ലാ തരത്തിലുള്ള പരീക്ഷണത്തിനും തയ്യാറാണ്. നീ പറയുന്നത് സത്യമാണോ എന്ന് ബോധ്യപ്പെടുന്നതിന് ആവശ്യമായ എല്ലാ പരീക്ഷണങ്ങളും നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. തെളിവ് ഞങ്ങൾ തരാം. നീ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നതിൻ്റെ ശരിയായ പരീക്ഷണത്തിലൂടെയുള്ള തെളിവാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തെളിയിക്കാൻ മനുഷ്യരാൽ സാധ്യമാകുന്ന ഏറ്റവും ശാസ്ത്രീയമായ തെളിവ് അവർ മുമ്പിൽ വെച്ചിട്ടുണ്ട് മുഹമ്മദിൻ്റെ. എന്തായിരുന്നു ആ തെളിവ്? മുഹമ്മദ് പറഞ്ഞത് അള്ളാഹു എന്ന ദൈവത്തിനോട് മാത്രം പ്രാർത്ഥിച്ചാലേ മനുഷ്യർക്ക് ഗുണങ്ങൾ കിട്ടുള്ളൂ, അല്ലാത്ത ദൈവങ്ങളോട് പ്രാർത്ഥിച്ചാൽ ഉടനെ ശിക്ഷ വരും, ഉടനെ അതിഭയങ്കരമായിട്ടുള്ള ശിക്ഷയുമായിട്ട് അള്ളാഹു നിങ്ങളെ നേരിടും എന്നൊക്കെയാണ് മുഹമ്മദ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവരെന്താണ് ആവശ്യപ്പെട്ടത്? ശരി, ഞങ്ങൾ അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കാം, ഒരു കൊല്ലം നമുക്ക് എല്ലാവർക്കും കൂടെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു നോക്കാം. അത് കഴിഞ്ഞ് നമ്മൾ വേറെ ഒരു കൊല്ലം നമുക്ക് ലാത്തയും ഉസ്സയും മനാത്തയും ഉൾപ്പെടെ പാരമ്പര്യമായി നമ്മളെല്ലാവരും ആരാധിച്ചു വന്നിരുന്നതിനെ അതേപോലെ തന്നെ ആരാധിച്ചു നോക്കാം. എന്നിട്ട് ആ ഒരു കൊല്ലത്തിൽ മുഹമ്മദ് പറയുന്നത് പോലെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച ഒരു വർഷമാണോ അതല്ല മറ്റേ വർഷമാണോ നമുക്ക് കൂടുതൽ മെച്ചമുണ്ടാവുന്നത്? ഏത് ആരാധനയുടെ സമയത്താണ് നമ്മുടെ മേൽ ശിക്ഷ വന്ന് ഭവിക്കുന്നത് എന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. അത് 2 കൊല്ലം വേണമെങ്കിൽ എടുത്തിട്ട് പരീക്ഷിക്കാം, അതല്ല ഏതാനും മാസങ്ങൾ എടുത്തിട്ട് വേണമെങ്കിൽ പരീക്ഷിക്കാം. ഇങ്ങനെ മനുഷ്യരാൽ ഇത് തെളിയിക്കാൻ സാധ്യമാകുന്ന എല്ലാ പരീക്ഷണങ്ങളും അവർ മുഹമ്മദിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും സ്വീകരിക്കാൻ മുഹമ്മദ് തയ്യാറായില്ല. അതൊക്കെ കേട്ടപ്പോൾ അവരോട് ഓരോരോ മുട്ടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ടും അവരെ തെറി പറഞ്ഞുകൊണ്ടും ചീത്ത പറഞ്ഞുകൊണ്ടും പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് മുഹമ്മദ്. എന്നിട്ട് ആ മുഹമ്മദിൻ്റെ അള്ളാഹുവും ഇവരോട് തെളിവും പ്രമാണവും ചോദിക്കുകയാണ്. എന്തിനാണ് അവർ തെളിവും പ്രമാണം കൊണ്ടുവരേണ്ടത്? മുഹമ്മദ് ദൈവത്തിൻ്റെ ദൂതനല്ല എന്നതിന് അവരെന്തിന് തെളിവ് കൊണ്ടുവരണം? ആണെന്ന് അവകാശപ്പെട്ട മുഹമ്മദ് തെളിവ് കൊടുത്തില്ല. തെളിവ് അവരാവശ്യപ്പെട്ടു, തെളിയിക്കാൻ അവർ പരീക്ഷണങ്ങൾ വരെ മുന്നോട്ട് വെച്ചു. അതൊന്നും സ്വീകരിക്കാത്ത മുഹമ്മദ് ഇവരോട് പ്രമാണം കൊണ്ടുപോവാ, തെളിവ് കൊണ്ടുപോവാ എന്ന് അങ്ങോട്ട് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? തെളിവ് കൊണ്ടുവരേണ്ടത് മുഹമ്മദല്ലേ? തെളിവ് കൊണ്ടുവരേണ്ടത് മുഹമ്മദിൻ്റെ അള്ളാഹു അല്ലേ? അള്ളാഹു ഒരു തെളിവും കൊണ്ടുവരാതെ ആകാശത്ത് ഒളിച്ചിരുന്നിട്ട് ഈ മുഹമ്മദിനെ കൊണ്ട് ഈ വിഡ്ഢിത്തങ്ങളും ഒക്കെ പറയിപ്പിക്കുക എന്നുള്ളതാണോ ഒരു ദൈവത്തിൻ്റെ നിലവാരം? ഇനി മുഹമ്മദ് പറയുന്ന മുഹമ്മദിൻ്റെ കയ്യിലുള്ള തെളിവ് എന്താണ്? എൻ്റെ കൂടെയുള്ളവരുടെ ഉത്ബോധനവും മുമ്പുള്ളവരുടെ ഉത്ബോധനവും. അതെന്താണെന്നുള്ളത് ഖുർആൻ വായിച്ചാൽ ആർക്കും മനസ്സിലാവില്ല. അതിനൊക്കെ ബ്രാക്കറ്റ് ഇട്ടിട്ട് കൂടെയുള്ളവരുടെ ഉത്ബോധനം എന്ന് പറഞ്ഞത് മുഹമ്മദിൻ്റെ കയ്യിലുള്ള ഖുർആനാണെന്നും മുമ്പുള്ളവരുടെ ഉത്ബോധനം എന്ന് പറഞ്ഞത് മുമ്പുള്ളവരുടെ വേദമായിട്ടുള്ള ഇഞ്ചിയിലും തൗറാത്തും ഒക്കെയാണ് എന്നുമാണ് വ്യാഖ്യാതാക്കൾ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഖുർആനെ കുറിച്ച് ഈ പറഞ്ഞത് എൻ്റെ കൂടെയുള്ളവരുടെ ഉത്ബോധനം എന്ന് പറഞ്ഞത് എന്തർത്ഥത്തിലാണ്? അത് വളരെ ശരിയാണ്. കാരണം മുഹമ്മദിൻ്റെ വെളിപാടുകളായിട്ട് പുറത്തേക്ക് വന്നിരുന്ന പലതും മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉമർ പറഞ്ഞതും ഉസ്മാൻ പറഞ്ഞതും നാട്ടിലെ അജ്ഞാതരായ സ്ത്രീകൾ വിളിച്ചു പറഞ്ഞതും അതുപോലെ അബ്ദുല്ലാഹിബിന് സയ്യിദുബിൻ അബീ സർഹനെ പോലെയുള്ള ആളുകൾ മുഹമ്മദിൻ്റെ വെളിപാട് എഴുതിയെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവർ പറഞ്ഞതും ഒക്കെ ഇതിനകത്തുണ്ട്.
അള്ളാഹുവിൻ്റെ വെളിപാടാണ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ജിബ്രീൽ നേരിട്ട് പറഞ്ഞത്, മലക്കുകൾ നേരിട്ട് പറഞ്ഞത്, മരിച്ചുപോയവർ അവരുടെ ആത്മാക്കൾ നേരിട്ട് പറഞ്ഞതും ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ എൻ്റെ കൂടെയുള്ളവരുടെ ഉത്ബോധനം എന്ന് പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരിയാണ്. പക്ഷേ വ്യാഖ്യാതാക്കൾ പറയുന്നത് എൻ്റെ കൂടെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഉത്ബോധനം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ലേ പറയേണ്ടത്? ഈ അള്ളാഹ്ക്ക് കാര്യങ്ങൾ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാനുള്ള ഗ്രാമർ പോലും നിശ്ചയമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ത് തരം സർവജ്ഞാനിയാണ്? 25 ഞാനല്ലാതെ ആരാധ്യനേയില്ല, അതുകൊണ്ട് എന്നെ മാത്രം ആരാധിക്കുവിൻ എന്ന് നാം വഹി നൽകുന്നതായിക്കൊണ്ടല്ലാതെ നിനക്ക് മുമ്പ് ഒരു റസൂലിനെ നാം അയച്ചിട്ടില്ല. ഈ പറഞ്ഞത് ചരിത്രപരമായി ഒരു തെളിവുമില്ലാത്ത കാര്യമാണ്. ഇത് തെളിയിക്കാൻ നമുക്ക് ഇപ്പോൾ ആവശ്യപ്പെടാം. അന്ന് മക്കക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതിനൊന്നും മുഹമ്മദ് തെളിവ് കൊടുത്തിട്ടില്ല. ഈ വേദക്കാർ ഇവിടെ പറയുന്ന മുഹമ്മദ് അവകാശപ്പെടുന്ന എനിക്ക് മുമ്പുള്ളവരുടെ ഉത്ബോധനം എന്ന് പറയുന്ന തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും ആളുകൾ അന്നവിടെ ഉണ്ടായിരുന്നു, ഇന്നും നമ്മുടെ നാട്ടിൽ ലോകത്തെല്ലായിടത്തുണ്ട്. അവരാരും പക്ഷേ മുഹമ്മദ് ഈ പറയുന്ന അല്ലെങ്കിൽ ഖുർആനിലൂടെ ഈ പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ടും കേട്ടിട്ടുമില്ല. അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവത്തിനെ കുറിച്ച് തന്നെ ഇഞ്ചിയിലോ തൗറാത്തിലോ അല്ലെങ്കിൽ ഒരു ലോകത്തൊരു വേദത്തിലും ഇല്ല. പിന്നെ എങ്ങനെയാണ് ഈ ഒരു അവകാശവാദം ശരിയാവുക? ചരിത്രപരമായിട്ട് രേഖാപരമായിട്ട് എന്ത് തെളിവാണ് ഇതിനുള്ളത്? ലോകത്ത് എവിടുന്നെങ്കിലും അള്ളാഹു എന്ന ദൈവത്തിൻ്റെ പേര് പറയുന്ന ഒരു വേദഗ്രന്ഥത്തിൻ്റെ ഒരു ഫോസിലെങ്കിലും കണ്ടുകിട്ടിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ അള്ളാഹു എന്ന് പറയുന്ന ദൈവം എവിടുന്ന് വന്നതാണ്? അത് മക്കയിലുണ്ടായിരുന്ന ഖുറൈശികളുടെ ഒരുപാട് ദൈവങ്ങളുടെ കൂട്ടത്തിലൊരു ദൈവമാണ്. ആ ദൈവത്തിനെ പിടിച്ചുകൊണ്ടുവന്നിട്ട് അതാണ് ഒറിജിനൽ ഏകദൈവം എന്ന് മുഹമ്മദ് സ്ഥാപിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ബാക്കിയുള്ള എല്ലാ ദൈവങ്ങളെയും മുഹമ്മദ് അവിടുന്ന് പിടിച്ചുകൊണ്ടുവന്നിട്ട് മുഹമ്മദിൻ്റെ അള്ളാഹുമ കൊണ്ടുവന്ന് കൂട്ടിയൊട്ടിച്ച് കെട്ടിക്കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അള്ളാഹു എന്ന ദൈവത്തെക്കുറിച്ച് ഇഞ്ചീലിൽ പറയുന്നില്ല, തൗറാത്തിൽ പറയുന്നില്ല, ഒരു വേദഗ്രന്ഥത്തിലും പറയുന്നില്ല. ലോകത്തെവിടെയും ഒരു മതഗ്രന്ഥത്തിലും അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഈ അവകാശവാദം എത്രമാത്രം ശരിയാണ്? ഒരു തെളിവുമില്ല. ഇത് തെറ്റാണ് എന്നതിൻ്റെ തെളിവ് ലോകത്താകെ തന്നെ നമ്മുടെ മുമ്പിൽ ചരിത്രമായിട്ടും ഭൂമിശാസ്ത്രപരമായ തെളിവുകളായിട്ടൊക്കെ നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ തെളിവുകളുണ്ട്. ഇത് തെറ്റാണ് എന്നതിൻ്റെ തെളിവുകൾ, ഇത് ശരിയാണ് എന്നതിൻ്റെ ഒരു കഷണം തെളിവെങ്കിലും കൊണ്ടുവരാൻ ഈ ഖുർആനും താങ്ങിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക് കഴിയുമോ? ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഞാനല്ലാതെ വേറൊരു ആരാധ്യനും ലോകത്തില്ല എന്ന് പറയാൻ വേണ്ടി 1,24,000 പ്രവാചകന്മാരെ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും എല്ലാ ജനസമൂഹത്തിലേക്കുമൊക്കെ അയച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു എന്ന് പറയുന്ന ദൈവം ഒരു സമ്പൂർണ്ണ പരാജയമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം അങ്ങനെ ഒരു 1,24,000 പ്രവാചകന്മാർ ലോകത്തിൻ്റെ നാനാഭാഗത്തും വന്നിട്ട് അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ അള്ളാഹു അല്ലാത്ത 1,000 ദൈവങ്ങൾ ലോകത്ത് എവിടെ ഇങ്ങനെ ഇപ്പോഴും നിലനിൽക്കാൻ എന്താണ് കാരണം? ലോകത്ത് 10,000 വേറെ ദൈവങ്ങൾ ഉണ്ടാവാൻ എന്താണ് കാരണം? വേറെ മതങ്ങളുണ്ടാവാൻ എന്താണ് കാരണം? ലോകത്ത് കോടാനകോടി മനുഷ്യർ മറ്റു ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കാൻ എന്താണ് കാരണം? അള്ളാഹു എന്ന ദൈവത്തെക്കുറിച്ച് ലോകത്ത് എവിടെയും ആരും ഒന്നും കേട്ടിട്ടില്ല എന്ന വസ്തുതയ്ക്ക് മുമ്പിൽ ഈ പറയുന്ന അവകാശവാദത്തിന് എന്ത് തെളിവാണുള്ളത്? ഇനി 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഒരുമിച്ച് വായിക്കാം. അതിൻ്റെ ഗ്രാമർ നിങ്ങളൊന്ന് നോക്കുക. ഈ വാക്യങ്ങൾ ബ്രാക്കറ്റില്ലാതെയും വ്യാഖ്യാനമില്ലാതെയും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാവുക? ഒരു പടച്ചോൻ മനുഷ്യരാശിക്ക് മൊത്തം മാർഗദർശനം നൽകാൻ വേണ്ടിയിട്ട് ലോകം ഉണ്ടാക്കുന്നതിന് മുമ്പ്, പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് തയ്യാറാക്കി വെച്ചു എന്നൊക്കെ പറയുന്ന ഒരു പുസ്തകത്തിൽ ഒരു കാര്യം പറയുമ്പോൾ ആ പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും ഒരു ഗ്രാമറുണ്ടോ, എന്തെങ്കിലും ഒരു ഭാഷാപരമായ വ്യക്തതയുണ്ടോ, ആശയപരമായ വ്യക്തതയുണ്ടോ എന്നറിയാൻ ഇനി ഞാൻ ഈ വായിക്കുന്ന 3-4 വാക്യങ്ങൾ സഹായകമാവും. അതുകൊണ്ടാണ് ഞാനിത് ഒന്നിച്ച് വായിക്കാമെന്ന് പറഞ്ഞത്. ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് റസൂലുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടാണ്. 25-ാം വാക്യത്തിൽ പറഞ്ഞത് ഞാനല്ലാതെ വേറെ ആരാധ്യനില്ല എന്ന് വഹി നൽകിക്കൊണ്ടല്ലാതെ നിനക്ക് മുമ്പ് ഞാൻ ഒരു റസൂലിനെയും അയച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇനി തുടർന്നുള്ള വാക്യങ്ങൾ നോക്കുക. ഇതിനോട് ബന്ധപ്പെടുത്തിയാണ് വരുന്നതെങ്കിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക. അവർ പറയുന്നു, പരമകാരുണികനായുള്ളവൻ സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന്. അവൻ എത്രയോ പരിശുദ്ധൻ, എന്നാൽ ആദരണീയരായ അടിയാന്മാരത്രേ. ആര് പറയുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്?
ഇവിടെ ബ്രാക്കറ്റിൽ അവിശ്വാസികൾ പറയുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ തൊട്ട് മുമ്പിൽ പറഞ്ഞത് ഞാൻ അയച്ച റസൂലുകൾ എന്നാണ്. ആ റസൂലുകളെക്കുറിച്ച് പറഞ്ഞിട്ടാണ് അവർ എന്ന് പറയുന്നത്. അവർ പറയുന്നു പരമകാരുണികനായുള്ളവൻ സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന്. അവൻ എത്രയോ പരിശുദ്ധൻ, എന്നാൽ ആദരണീയരായ അടിയാന്മാരത്രേ. എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം? ആരാണിത് പറയുന്നത്? പരമകാരുണികനായുള്ളവൻ സന്താനം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? അവൻ എത്രയോ പരിശുദ്ധൻ. ആര്? അള്ളാഹു എത്രയോ പരിശുദ്ധൻ, എന്നാൽ ആദരണീയരായ അടിയാന്മാരത്രേ. ആരാണ് ഈ ആദരണീയന്മാരായ അടിയാന്മാർ? അള്ളാഹുവിന് സന്തതികളുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാർ. ആ ആൾക്കാരാരാണ്? റസൂലുമാർ. നേരത്തെ മുമ്പ് പറഞ്ഞ വാക്യവുമായിട്ട് ബന്ധപ്പെടുത്തി വായിക്കുകയാണെങ്കിൽ അവർ എന്നിവിടെ പറഞ്ഞത് റസൂലുകളെക്കുറിച്ചാണ്. അപ്പോൾ റസൂലുകളിൽ ചില ആൾക്കാർ പറഞ്ഞു അള്ളാഹുവിന് സന്താനങ്ങളുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെക്കുറിച്ച് അള്ളാഹു പറയാണ് ആദരണീയരായ അടിയാന്മാരത്രേ എന്ന്. ആര്? അള്ളാഹുവിന് സന്താനങ്ങളുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാർ. അത് റസൂലുകളാണോ അതോ വേറെ ആരെങ്കിലും ആണോ എന്നൊന്നും ഖുർആനിൽ വ്യക്തമല്ല. ഖുർആനിൽ വാക്യങ്ങളുടെ ഘടന നോക്കിക്കഴിഞ്ഞാൽ റസൂലുകളെക്കുറിച്ചാണ് തൊട്ട് മുകളിൽ പറഞ്ഞിട്ടുള്ളത്. റസൂലുകളിൽ ചിലർ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞു. അവൻ പരിശുദ്ധനാണ്, എന്നാൽ അവർ ആദരണീയരായ അടിയാന്മാരാണ്. ആര്? അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാർ ആദരണീയരായ അടിയാന്മാരാണ് എന്ന്. അടുത്ത വാക്യം, അവനെ വാക്കിൽ അവർ മുൻകടക്കുകയില്ല, അവൻ്റെ കൽപ്പന അനുസരിച്ച് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആരെപ്പറ്റിയാണ് ഈ പറയുന്നത്? റസൂലുകളെക്കുറിച്ചോ അതോ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞ വേറെ ആരെങ്കിലും കുറിച്ചോ അതോ അവിശ്വാസികളെക്കുറിച്ചോ അതോ ഇതൊന്നും അല്ലാത്ത വേറെ ആരെങ്കിലും കുറിച്ചോ? ഒന്നും വ്യക്തമല്ല. കുറേ അവർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഓരോ അവറും വേറെ വേറെ അവറുമാരാണ് എന്ന് ബ്രാക്കറ്റിൽ വ്യാഖ്യാതാക്കൾ എഴുതി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അവർ പറയുന്നു പരമകാരുണികന് സന്താനങ്ങളുണ്ട് എന്ന്. അവർ ആദരണീയരായ അടിയന്മാരത്രേ. അപ്പോൾ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞവർ ആദരണീയരാണ്, അടിയന്മാരാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇനി അവർ എന്താ പറയുന്നത്? അവർ വാക്കിൽ മുൻകടക്കുകയില്ല. ആര്? അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞ ഈ കൂട്ടർ വാക്കിൽ മുൻകടക്കുകയില്ല. ഒരു നല്ല കൂട്ടരാണ്. അവൻ്റെ കൽപ്പന അനുസരിച്ച് തന്നെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ആര്? അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരോ അതോ റസൂലുമാരോ? ഇനി അടുത്ത വാക്യം നോക്കുക. അവരുടെ മുന്നിലുള്ളതും അവരുടെ പിന്നിലുള്ളതും അവൻ അറിയുന്നു. ആരുടെ മുന്നിലുള്ളതും ആരുടെ പിന്നിലുള്ളതുമാണ് അവൻ അറിയുന്നത്? ആരാണ് അറിയുന്നത്? ഈ അവനേതാണ്? മറ്റേ അവരേതാണ്? ഒരു തലയും പാലുമില്ല. അവൻ തൃപ്തിപ്പെട്ടവർക്കല്ലാതെ അവർ ശുപാർശ ചെയ്യുകയുമില്ല. അപ്പോൾ ആരാണ് ഈ അവൻ? അവൻ അള്ളാഹുവാണ്. അള്ളാഹു തൃപ്തിപ്പെട്ടവർക്കല്ലാതെ അവർ ശുപാർശ ചെയ്യുകയില്ല. അപ്പോൾ ആരാണ് ഈ ശുപാർശ ചെയ്യുന്നത്? അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞ ആ കൂട്ടരോ അതോ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും പറഞ്ഞിട്ട് പറഞ്ഞയച്ചിട്ടുള്ള റസൂലുമാരോ അതോ അള്ളാഹുവിനെ ധിക്കരിച്ച അവിശ്വാസികളോ അതോ ഇതൊന്നും അല്ലാത്ത വേറെ ഏതോ കൂട്ടരോ? ഒന്നും വ്യക്തമല്ല. അവൻ എല്ലാത്തിലും അങ്ങനെ അവർ എന്ന് പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. ഏത് അവരെക്കുറിച്ചാണ് ഈ പറയുന്നത്? അവരുടെ മുന്നിലുള്ളതും അവരുടെ പിന്നിലുള്ളതും അവൻ അറിയുന്നു. ആരുടെ മുന്നിലുള്ളതും ആരുടെ പിന്നിലുള്ളതും അവൻ തൃപ്തിപ്പെട്ടവർക്കല്ലാതെ അവർ ശുപാർശ ചെയ്യുകയില്ല. ആര്? ഈ അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരാണോ ശുപാർശ ചെയ്യാൻ നടക്കുന്നത്? അവർ അള്ളാഹുവിൻ്റെ അടുത്ത് ശുപാർശ ചെയ്യുമെന്നാണ് പറയുന്നത്. എങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കാര്യത്തിൽ അവർ ശുപാർശ ചെയ്യും. ആര്? അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞവർ, അതല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞയച്ച റസൂലുമാർ. അവരാകട്ടെ അവനെ സംബന്ധിച്ച ഭയം നിമിത്തം പേടിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ്. ആര്? അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞവരോ അതോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞവരോ അതോ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞയച്ച റസൂലുമാരോ? ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ഒരു വ്യക്തതയില്ല. അടുത്ത വാക്യം 29. അവരിൽ നിന്ന് ആരെങ്കിലും ഞാൻ അവന് പുറമേയുള്ള ഒരു ആരാധ്യനാണെന്ന് പറയുന്നതായാൽ അങ്ങനെയുള്ളവന് നാം നരകത്തെ പ്രതിഫലം കൊടുക്കുന്നതാകുന്നു. അപ്പോൾ റസൂലുമാരിൽ നിന്നോ അതല്ലെങ്കിൽ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞവരിൽ നിന്നോ അതല്ലെങ്കിൽ അവിശ്വാസികളിൽ നിന്നോ ആരെങ്കിലും ഞാൻ അവന് പുറമേയുള്ള ഒരു ആരാധ്യനാണ് എന്ന് പറയുന്നതായാൽ ആ ഞാനാരാണ്? ആ പറയുന്നവരാണ്. ഞാനും ഒരു ആരാധ്യനാണ് എന്ന് ഈ റസൂലുമാരെ കൂട്ടത്തിലോ അതല്ലെങ്കിൽ
ഈ അവിശ്വാസികളുടെ കൂട്ടത്തിലോ അതല്ലെങ്കിൽ അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിലോ ആരെങ്കിലും ഞാനും ആരാധ്യനാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവന് നാം നരകത്തെ പ്രതിഫലം കൊടുക്കുന്നതാവുന്നു. അപ്രകാരം അക്രമകാരികൾക്ക് നാം പ്രതിഫലം കൊടുക്കുന്നതാണ്. ഈ വായിച്ചതൊക്കെ കൂടെ വായിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഓരോ ഖണ്ഡികയിലും പറഞ്ഞ അവരും അവനും ആരാണ്? ഒരു വ്യക്തതയും ഈ ഖുർആൻ വായിച്ചാൽ ആർക്കും കിട്ടില്ല. എന്നാൽ ഇത് ഖുർആനിലെ മൊത്തമുള്ള ശൈലി ഇങ്ങനെ ആയതുകൊണ്ട് അത് കേട്ടും വായിച്ചും പരിചയമുള്ള ആൾക്കാർ ഇതിനൊക്കെ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഓരോരുത്തരും അവരവർക്ക് തോന്നിയ മാതിരിയിൽ ആ പറഞ്ഞ അവർ മറ്റവരാണ്, ഈ പറഞ്ഞ ഇവർ വേറെയാണ്, ആ പറഞ്ഞ അവർ അതാണ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ഒരു പടച്ചോൻ മനുഷ്യർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ലളിതമായിട്ടും വ്യക്തമായിട്ടും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയും ഇറക്കി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ കാര്യങ്ങൾ പറയുന്നതിൻ്റെ കോലം ഇതാണ്. ആർക്കും ഒരു കാര്യവും മനസ്സിലാവാത്ത വിധത്തിൽ ഒരു ഗ്രാമറും ഇല്ലാതെ പറയുന്ന ആളുടെ മനസ്സിൽ ചിലപ്പോൾ ആശയം ഉണ്ടാവും. മുഹമ്മദിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ആശയങ്ങൾ ഉണ്ടാവും. പക്ഷേ മുഹമ്മദിൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ നാട്ടുകാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാനുള്ള ഭാഷാ സിദ്ധി മുഹമ്മദിനുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്രാമറില്ലാത്ത തലയും പാലും ഇല്ലാത്ത കുറേ പിച്ചും പേയും പറയുന്നത് പോലുള്ള വാക്യങ്ങൾ ഇതിനകത്ത് വന്നത്. പ്രപഞ്ച സൃഷ്ടാവായ ഒരു പടച്ചോൻ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ലളിതമായിട്ട് കൊടുത്തയച്ച പുസ്തകമാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഗ്രാമറില്ലാതെ തലയും പാലും ഇല്ലാതെ കാര്യങ്ങൾ പറയില്ല. ഇനി എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? വ്യാഖ്യാനങ്ങൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ വായിച്ച ഓരോ വാക്യത്തിലെയും അവർ എന്ന് പറയുന്നത് വേറെ വേറെ ആൾക്കാരെക്കുറിച്ചാണ്. എന്നാൽ തുടർച്ചയായിട്ട് ഇതിങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഒരേ അവരെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയല്ല പോലും. എങ്ങനെയാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്? ഇവിടെ 26-ാം വാക്യത്തിൽ അവർ പറയുന്നു അള്ളാഹുവിന് സന്താനങ്ങളുണ്ട് എന്ന് പറഞ്ഞ വാക്യത്തിൽ അവർ എന്ന് പറയുന്നത് ബ്രാക്കറ്റിൽ അവിശ്വാസികൾ എന്നാണ് ചിലർ കൊടുത്തിട്ടുള്ളത് ക്രിസ്ത്യാനികൾ എന്നാണ്. കാരണം ക്രിസ്ത്യാനികളാണല്ലോ അള്ളാഹുവിന് മകനുണ്ട് എന്ന് പറഞ്ഞത്. അള്ളാഹുവിന് മകനുണ്ട് എന്നല്ല അവർ പറഞ്ഞത്, അവർ ദൈവത്തിന് പുത്രനുണ്ട് എന്ന് പറഞ്ഞത്. അവർ യഹോവയാണ് അവരുടെ ദൈവം, ആ ദൈവത്തിൻ്റെ പുത്രനാണ് യേശു എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവർ പറയുന്നു എന്നിവിടെ ഉദ്ദേശിച്ചത് ക്രിസ്ത്യാനികളെ ആയിരിക്കണം. ബ്രാക്കറ്റിൽ ഇവിടെ അവിശ്വാസികൾ എന്നാണ് നമ്മളെ അമാനി മൗലവി കൊടുത്തിട്ടുള്ളത്. അത് ക്രിസ്ത്യാനികളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് 27-ാമത്തെ വാക്യത്തിൽ അവനെ വാക്കിൽ അവർ മുൻകടക്കുകയില്ല, അവൻ്റെ കൽപ്പന അനുസരിച്ച് തന്നെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതാരെക്കുറിച്ചാണ്? ഇത് ക്രിസ്ത്യാനികളെക്കുറിച്ചാണോ? അല്ല. അവിശ്വാസികളെക്കുറിച്ചാണോ? അല്ല. റസൂലുകളെക്കുറിച്ചാണോ? അല്ല. പിന്നെ ആരെക്കുറിച്ചാണ്? മലക്കുകളെക്കുറിച്ചാണെന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. പക്ഷേ ഇവിടെ മലക്കുകളെക്കുറിച്ചാണെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക? തൊട്ടുമുകളിൽ അവർ എന്ന് പറഞ്ഞത് ക്രിസ്ത്യാനികളെക്കുറിച്ചാണ്, അതിൻ്റെ തൊട്ടുമുകളിൽ റസൂലുകളെക്കുറിച്ചാണ് പറഞ്ഞത്. റസൂലുകളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് അവർ എന്നും പറഞ്ഞുകൊണ്ട് ഈ 26-ാം വാക്യം വരുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് 27-ാം വാക്യം വരുന്നത്. അതിൽ പറഞ്ഞ അവർ മലക്കുകളാണെന്നും 26-ൽ പറഞ്ഞ അവർ ക്രിസ്ത്യാനികളാണെന്നും 25-ൽ പറഞ്ഞത് റസൂലുകളാണ് എന്നും 28-ൽ പറഞ്ഞത് അവരുടെ മുന്നിലുള്ളതും അവരുടെ പിന്നിലുള്ളതും അവൻ അറിയുന്നു, അവൻ തൃപ്തിപ്പെട്ടവർക്കല്ലാതെ അവർ ശുപാർശ ചെയ്യുകയില്ല, അവരാകട്ടെ അവനെ സംബന്ധിച്ച ഭയം നിമിത്തം പേടിച്ചു കൊണ്ടിരിക്കുന്നവനുമാണ്. ഇതും മലക്കുകളെക്കുറിച്ചാണെന്നാണ് പറയുന്നത്. മലക്കുകൾ ശുപാർശ ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ മലക്കുകൾ അള്ളാഹുവിന് ശുപാർശ ചെയ്യുന്നവരാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ തൗഹീദും അള്ളാഹുവിൻ്റെ സർവജ്ഞാനവും അള്ളാഹുവിൻ്റെ സർവശക്തിയും അള്ളാഹുവിൻ്റെ നീതിന്യായ നിർവഹണവും ഒക്കെ പൊളിഞ്ഞ് പാളീസായി. കാരണം ആരെങ്കിലും പോയി ശുപാർശ ചെയ്താൽ ആ ശുപാർശ സ്വീകരിക്കുന്നവനാണ് ദൈവമെങ്കിൽ ആ ദൈവം ഒരഴിമതിക്കാരനാണ്, നീതിമാനല്ല. ദൈവത്തിന് ആര് നീതി ചെയ്തു ആര് അനീതി ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് അറിയാമെന്നിരിക്കെ ആരുടെയെങ്കിലും ശുപാർശ സ്വീകരിക്കേണ്ട ആവശ്യം ദൈവത്തിനില്ല. അപ്പോൾ ഞാൻ ശുപാർശ സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു അഴിമതിക്കാരനാണ്, ഞാൻ നീതി നിർവഹിക്കുന്നവനല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അള്ളാഹുവിൻ്റെ അടുത്ത് ശുപാർശ ചെയ്യുന്നവരാണ് ലാത്തയും ഉസ്സയും മനാത്തയും എന്നൊക്കെ അന്നത്തെ അറബികൾ വിശ്വസിച്ചിരുന്നു. അവരോട് പറഞ്ഞത് ഇവർക്കൊന്നും ശുപാർശ ചെയ്യാനുള്ള യാതൊരു അധികാരവുമില്ല, അവരൊന്നും ശുപാർശ ചെയ്യില്ല, അവരുടെ ഒന്നും ശുപാർശ സ്വീകരിക്കില്ല എന്നാണ്. പക്ഷേ ഇവിടെ പറയുന്നത് എനിക്ക് തൃപ്തിപ്പെട്ടവരുടെ കാര്യത്തിൽ ഞാൻ ശുപാർശ സ്വീകരിക്കും എന്നാണ്. ഇത് മലക്കുകളെക്കുറിച്ചാണ് പറഞ്ഞത് എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. ഇനി മലക്കുകളെക്കുറിച്ചാണെങ്കിൽ പോലും മലക്കുകളുടെ ശുപാർശ സ്വീകരിക്കും എന്ന് പറയുന്നത് അഴിമതിയാണ്.
എനിക്ക് തൃപ്തിപ്പെട്ടവരെക്കുറിച്ചാണെങ്കിൽ ഞാൻ സ്വീകരിക്കും എന്ന് പറഞ്ഞത് അഴിമതി മാത്രമല്ല പ്ലസ് സ്വജനപക്ഷപാതം കൂടി വരുന്നുണ്ട്. അപ്പോൾ അഴിമതി ഇരട്ടിക്കാണ് അവിടെ ചെയ്യുന്നത്. നീതിമാനായ ഒരു ദൈവം നീതി പ്രവർത്തിക്കുന്നവനാണെങ്കിൽ അയാൾ നന്മയും തിന്മയും ചെയ്തവർക്ക് അതിൻ്റെ തൂക്കമനുസരിച്ചാണ് പ്രതിഫലം കൊടുക്കേണ്ടത്. അവിടെ ശുപാർശക്കാർ വരുന്ന പ്രശ്നമേ ഉദിക്കാൻ പാടില്ല. തൃപ്തിപ്പെട്ടവരുടെ ശുപാർശ സ്വീകരിക്കുമെന്ന് പറയുന്നതിലും യാതൊരു അർത്ഥവുമില്ല. ഒരാളുടെയും ശുപാർശ സ്വീകരിക്കേണ്ട ആവശ്യം സർവജ്ഞാനിയും സർവശക്തനും നീതിമാനുമായ ഒരു ദൈവത്തിനില്ല. അങ്ങനെ ദൈവം ആരുടെയെങ്കിലുമൊക്കെ ശുപാർശ സ്വീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തുന്ന ആളാണെങ്കിൽ ആ ദൈവം മുഹമ്മദിന് പരിചയമുള്ള ഗോത്രത്തലവന്മാരുടെയും രാജാക്കന്മാരുടെയും അക്കാലത്തെ നാട്ടുപ്രമാണിമാരുടെയും ഒക്കെ സ്വഭാവമുള്ള അഴിമതിക്കാരനും സ്വജനപക്ഷപാതിയുമായ ഒരു വൃത്തികെട്ട ദൈവമാണ് എന്നാണ് അർത്ഥം. എന്തുകൊണ്ടാണ് മുഹമ്മദിൻ്റെ ദൈവം ഇങ്ങനെ ഒരു വൃത്തികെട്ട അഴിമതിക്കാരനായത്? മുഹമ്മദിൻ്റെ ഉള്ളിലുള്ള ദുഷ്ടത്തരം മുഹമ്മദ് ദൈവത്തിൻ്റെ തലയിൽ വെച്ച് കെട്ടി, അത്രേ അതിന് അർത്ഥമുള്ളൂ. 29 അവരിൽ നിന്ന് ആരെങ്കിലും ഞാൻ അവന് പുറമേയുള്ള ഒരു ആരാധ്യനാണ് എന്ന് പറയുന്നതായാൽ അങ്ങനെയുള്ളവന് നാം നരകത്തെ പ്രതിഫലം കൊടുക്കുന്നതാകുന്നു. അപ്രകാരം അക്രമകാരികൾക്ക് നാം പ്രതിഫലം കൊടുക്കുന്നതാണ്. ഇവിടെ ആരാണ് ഞാൻ ആരാധ്യനാണ് എന്ന് പറഞ്ഞു വരാൻ സാധ്യതയുള്ളത്? മലക്കുകളെ ആരാധിച്ചിരുന്ന ആളുകൾ അറേബ്യയിലുണ്ടായിരുന്നു. ലാത്ത, ഉസ്സ, മനാത്ത തുടങ്ങിയിട്ടുള്ള മറ്റു ദൈവങ്ങളെ ആരാധിച്ചിരുന്നവർ അവിടെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരെയും ആരാധിച്ചിരുന്നവർ അവിടെ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ അള്ളാഹുവിനെ സുപ്രീം ദൈവമായിട്ട് ഇവരെല്ലാവരും ആരാധിച്ചിരുന്നു. ആ ആരാധനയ്ക്ക് അവർ പറഞ്ഞിരുന്ന ന്യായം ഇവരൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് ശുപാർശ ചെയ്യും, അതുകൊണ്ട് ഞങ്ങൾ അവരോട് പോയി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവർ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ അടുത്ത് എത്തിച്ചു കൊടുക്കും. ഇടനിലക്കാർ എന്നുള്ള നിലക്ക് അള്ളാഹുവിൻ്റെ അസിസ്റ്റൻറ്റുകളായിട്ട് വർക്ക് ചെയ്യുന്ന ശക്തികളാണ് ഈ ലാത്തെ, ഉസ്സയും മനാത്തയും മലക്കുകളൊക്കെ എന്നാണ് അന്നത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നത്. ആ വിശ്വാസം തെറ്റാണ് എങ്കിൽ അള്ളാഹു ഇങ്ങോട്ട് എന്തിനാണ് ഇടനിലക്കാരെ വെക്കുന്നത്? അള്ളാഹുവിന് നേരിട്ട് ഇടപാട് നടത്തിയാൽ പോലെ മനുഷ്യരായിട്ട്. അപ്പോൾ അള്ളാഹു ഇങ്ങോട്ട് മലക്കുകളെ വെച്ചിട്ടും ദൂതന്മാരെ വെച്ചിട്ടും തോട്ടി കെട്ടിയിട്ടും ഇടപാട് നടത്തുമ്പോൾ തിരിച്ച് അങ്ങോട്ടുള്ള ഇടപാടിലും ഇടനിലക്കാരും തോട്ടിയും വെക്കുന്നതിൽ എന്താണ് തെറ്റ്? അതിന് കുറ്റം പറയാൻ അള്ളാഹുവിന് എന്താ അർഹതയുള്ളത്? ഇനി ആരാണ് ഇവിടെ ഞങ്ങൾക്കും ആരാധന വേണമെന്ന് പറയുന്നത് ആരാണ്? ആരാധ്യനാണ് എന്ന് അവകാശപ്പെടുന്നത് ആരാണ്? അത് ആരാണെന്ന് ഖുർആനിൽ വ്യക്തമല്ല. വ്യാഖ്യാതാക്കൾ അവിടെ പറയുന്നത് മറ്റു ദൈവങ്ങളുടെ കാര്യമാണെന്ന് പറയുന്നുണ്ട്. മലക്കുകളാണ് എന്ന് അവിടെയും പറയുന്നുണ്ട്. മലക്കുകൾ ഞങ്ങൾ ആരാധ്യരാണ് എന്ന് പറഞ്ഞാൽ ആ മലക്കുകളെ പിടിച്ച് ഞാൻ നരകത്തിലിടും എന്ന് അള്ളാഹു പറയുന്നുണ്ടെങ്കിൽ അള്ളാഹു പറഞ്ഞത് മഹാമണ്ഡത്തരവും മഹാവൈരുദ്ധ്യവുമാണ്. ഇതേ ഖുർആനിൽ അള്ളാഹു മലക്കുകളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഈ പറഞ്ഞതുമായിട്ട് നേരെ വിരുദ്ധമാണ്. കാരണം മലക്കുകളെക്കുറിച്ച് ഇവിടെ തന്നെ ഈ അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 27-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, അവനെ വാക്കിൽ അവർ മുൻകടക്കുകയില്ല, അവൻ്റെ കൽപ്പന അനുസരിച്ച് തന്നെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ഇവിടെ മലക്കുകൾ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന റോബോട്ടുകളാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഖുർആനിൽ പലയിടത്തും പറഞ്ഞത് മലക്കുകളെക്കുറിച്ചുള്ള ഒരു പൊതുസങ്കല്പവും അതാണ്. മലക്കുകൾക്ക് ഫ്രീ വില്ലില്ല, മലക്കുകൾ വെറും റോബോട്ടുകളാണ്, മലക്കുകൾ സ്വതന്ത്ര വ്യക്തികളെയല്ല, മലക്കുകൾ അള്ളാഹു കൽപ്പിക്കുന്നത് എന്തും പ്രവർത്തിക്കുന്ന അള്ളാഹുവിൻ്റെ റോബോട്ട് യന്ത്രങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അനുസരണയുള്ള പരിചാരകർ മാത്രമാണ് എന്നാണ് എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവരിൽ ആരെങ്കിലും എന്നെയും ആരാധിക്കണമെന്ന് പറഞ്ഞാൽ അവനെ ഞാൻ പിടിച്ച് നരകത്തിലിടും എന്ന് അള്ളാഹു പറയേണ്ട ആവശ്യം എന്താണ്? തീർത്തും അപ്രസക്തമായൊരു കാര്യം, തീർത്തും വിരോധാഭാസമായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. കാരണം മലക്കുകൾ എന്ന് പറഞ്ഞാൽ റോബോട്ടുകളാണ്. ആ റോബോട്ടുകൾ ഒരിക്കലും ഞങ്ങൾ ആരാധിക്കൂ എന്നും പറഞ്ഞിട്ട് ആരുടെയും കയ്യിൽ ആരാധന ചോദിച്ച് പോകുന്നില്ല, പോകാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം ഫ്രീ വില്ല് പോലും ഇല്ലാത്ത റോബോട്ടുകൾ, അള്ളാഹുവിനെ മാത്രം അനുസരിക്കുന്ന റോബോട്ടുകളാണ് മലക്കുകളെങ്കിൽ ആ മലക്കുകൾ തങ്ങളെ ആരാധിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അപ്പോൾ തീർത്തും അപ്രസക്തമായ ഈ ഒരു വാക്യം എന്തിനാണ് അള്ളാഹു ഇവിടെ പറയുന്നത്? അപ്പോൾ മലക്കുകളും ആരാധന ചോദിച്ചു വരാൻ സാധ്യതയുണ്ട് എന്ന തെറ്റിദ്ധാരണ പരത്താനല്ലേ ഇത് ഉപകരിക്കുള്ളൂ. അങ്ങനെ മലക്കുകൾ ആരാധന ചോദിച്ചാൽ ആ മലക്കുകളെ ഞാൻ പിടിച്ച് നരകത്തിലിടുമെന്നൊക്കെ പറയേണ്ട ആവശ്യം എന്താണ്? മലക്കുകൾ ആരാധന ചോദിക്കുന്ന പ്രശ്നമേ ഇല്ല. മലക്കുകൾ എന്ന് പറയുന്ന ജീവികൾ ആരാധന ചോദിക്കുന്നവരോ അല്ല, അള്ളാഹു പറയുന്നത് അനുസരിക്കുന്നവർ മാത്രമാണ് എങ്കിൽ അവരാരാധന ചോദിച്ചാൽ ഞാൻ അവരെ നരകത്തിലിടും എന്ന് പറയേണ്ട യാതൊരു ആവശ്യമില്ല. അള്ളാഹു മലക്കുകളെ നരകത്തിലിടുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മലക്കുകളെ നരകത്തിലിടുക എന്നൊരു സങ്കല്പമേ ഈ മതത്തിലെവിടെയില്ല. പിന്നെ എന്തിനാണ് അനാവശ്യമായിട്ട് മനുഷ്യന്മാരുടെ ഇടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ മാത്രം ഉപകരിക്കുന്ന
ഈ ഒരു വാചകം ഇവിടെ എഴുതി ചേർത്തത്? പരസ്പര വിരുദ്ധമാവുകയാണ് അവിടെ. മലക്കുകളെക്കുറിച്ച് അള്ളാഹു തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യത്തിന് നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു ആശയമാണ് ഇവിടെ വരുന്നത്. ഇങ്ങനെ പറഞ്ഞതെന്താണ് എന്ന് ഓർക്കാതെ, പറഞ്ഞതിനെക്കുറിച്ചുള്ള യാതൊരു ആശയ വ്യക്തതയും ഇല്ലാതെ പരസ്പര വിരുദ്ധമായ പിച്ചും പേയും പറച്ചിലുകളുടെ ഒരു സമാഹാരം മാത്രമാണ് ഈ ഖുർആൻ എന്ന് ഇതും വ്യക്തമാക്കുന്നു. 30-ാമത്തെ വാക്യം, അവിശ്വസിച്ചവർ കണ്ടില്ലേ, ആകാശങ്ങളും ഭൂമിയും ഒട്ടിച്ചേർന്ന് നിൽക്കുകയായിരുന്നു, എന്നിട്ട് അവ രണ്ടും നാം പിളർത്തിയിരിക്കുകയാണ് എന്ന്. എല്ലാ ജീവവസ്തുക്കളെയും നാം വെള്ളത്തിൽ നിന്നുണ്ടാക്കുകയും ചെയ്തു, എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ലയോ? ഇവിടെ നമ്മളോട് ചോദിക്കുകയാണ്, അവിശ്വാസികൾ കണ്ടില്ലേ ആകാശവും ഭൂമിയും ഒട്ടിച്ചേർന്ന് കിടക്കുകയായിരുന്നു എന്ന്? നമ്മളാരും കണ്ടിട്ടില്ല. ആകാശവും ഭൂമിയും ഒട്ടിച്ചേർന്ന് കിടക്കുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല. അന്നത്തെ മക്കയിലെ അറബികളും കണ്ടിട്ടില്ല, ലോകത്താരും കണ്ടിട്ടില്ല. പിന്നെ കണ്ടിട്ടില്ലേ എന്ന് ഇയാൾ ചോദിക്കാൻ എന്താ കാരണം? മുഹമ്മദ് കണ്ടിട്ടുണ്ടോ? മുഹമ്മദ് പേക്കിനാവിൽ കണ്ടിട്ടുണ്ട്. ആകാശത്ത് പോയതും ആകാശങ്ങൾ അട്ടിയായിട്ട് വെച്ചതും ഒക്കെ പേക്കിനാവിൽ കണ്ടിട്ടുണ്ട്. ആ മുഹമ്മദ് കേട്ട് മനസ്സിലാക്കിയ കെട്ടുകഥകളിൽ, ബാബിലോണിയൻ കെട്ടുകഥകളിലാണ് ആകാശവും ഭൂമി ഒട്ടിച്ചേർന്ന് കിടക്കുകയായിരുന്നു എന്നും, എന്നിട്ട് ദൈവം ആകാശത്തിനെ വേർപെടുത്തി മേലോട്ട് കൊണ്ടുപോയി എന്നും, പകുതി വെള്ളം മുകളിൽ കൊണ്ടുവച്ചെന്നും പകുതി വെള്ളം താഴെ വെച്ചെന്നും, ആ വെള്ളത്തിൽ നിന്ന് ഭൂമി പൊന്തിണ്ടായി എന്നൊക്കെ പറയുന്ന പൊട്ടക്കഥ, ബാബിലോണിയയിലെ പൊട്ടക്കഥ. ആ പൊട്ടക്കഥ വിശ്വസിച്ചിരുന്ന ആളുകളോട് ആ പൊട്ടക്കഥ വിശ്വസിച്ചിരുന്ന മുഹമ്മദ് പറഞ്ഞതാണ്, നിങ്ങൾ കാണുന്നില്ലേ ആകാശവും ഭൂമി ഒട്ടിച്ചേർന്ന് കിടക്കുകയായിരുന്നു എന്ന്. എങ്ങനെയാണ് അവർ കാണുന്നത്? ഒട്ടിച്ചേർന്ന് കിടക്കുമ്പോൾ അവർ ജീവിച്ചിരിപ്പില്ലല്ലോ, പിന്നെ അവരോട് എങ്ങനെ ചോദിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഒട്ടിച്ചേർന്ന് കിടന്നിരുന്നു എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയല്ലേ? അതെങ്ങനെയാണ് മക്കാരായ ആൾക്കാർ കാണുന്നത്? നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്തൊരു മണ്ടത്തരാണ് ഇതൊക്കെ. ആരാണിത് കണ്ടത്? ആകാശവും ഭൂമി ഒട്ടിച്ചേർന്ന് കിടക്കുന്നത്. ഇന്ന് നമ്മളുടെ അറിവ് വെച്ചിട്ട് നമ്മൾ ഈ ബാബിലോണിയൻ കെട്ടുകഥയൊക്കെ വലിച്ച് തോട്ടിലെറിഞ്ഞിട്ട് ഇന്ന് നമ്മൾ ശാസ്ത്രം പറയുന്ന കാര്യങ്ങളാണ് നമ്മളിന്ന് തെളിവുകളുള്ളത് കൊണ്ട് നമ്മൾ അംഗീകരിക്കുന്നത്. നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഘടനയെക്കുറിച്ചും പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചൊക്കെ ഇന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ എവിടെയാണ് ഈ ആകാശവും ഭൂമിയും? ആകാശം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ മൊത്തം ആകാശമാണ്. ഭൂമി എന്ന് പറയുന്നത് ആ ആകാശത്തിലെ കോടാനകോടി ഗോളങ്ങളിൽ ഒരു ചെറിയ ഗോളം മാത്രമാണ്. അപ്പോൾ പിന്നെ ആകാശവും ഭൂമിയും ഒട്ടിച്ചേർന്ന് കിടക്കുകയായിരുന്നു എന്ന് പറയുന്നത് എത്രമാത്രം വലിയ മണ്ടത്തരമാണ്. എന്നിട്ട് ആ മണ്ടത്തരം പറയുക മാത്രമല്ല, അത് നിങ്ങൾ കാണുന്നില്ലേ എന്ന ചോദ്യത്തിലൂടെ മരമണ്ടത്തരമാക്കി അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആര് കണ്ടു ആകാശവും ഭൂമിയും ഒട്ടിച്ചേർന്ന് കിടക്കുന്നത്? 31, അവരെയും കൊണ്ട് ഭൂമി ചെരിഞ്ഞു പോയേക്കുന്നതിന് ഭൂമിയിൽ നാം പർവ്വതങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അവർ നേർമാർഗം പ്രാപിക്കുന്നതിനായി നാം അതിൽ വിശാലമായ നിലയിൽ വഴികൾ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഭൂമി ഇങ്ങനെ ചായാതെയും ചെരിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്, ബാലൻസ് ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പർവ്വതങ്ങൾ കൊണ്ട് ആണിയടിച്ചത് എന്നത് പഴയ കെട്ടുകഥയാണ്, ബാബിലോണിയൻ കെട്ടുകഥയാണ്. ആ കെട്ടുകഥ ബൈബിളിൽ പകർത്തി വെച്ചിട്ടുണ്ട്. ആ തൊണ്ടിയാണ് ഇവിടെ കോപ്പി അടിച്ച് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഇന്ന് മരമണ്ടത്തരങ്ങളാണ്. ഭൂമി ചായാതെയും ചെരിയാതെയും നിൽക്കല്ല ചെയ്യുന്നത്. ഭൂമി അതിവേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഗോളമാണ്. ഇതൊന്നും അള്ളാഹ്ക്കറിയില്ല. അള്ളാഹിൻ്റെ ഭൂമി പരന്ന് കിടക്കുകയാണ്, ഇളകാതെ കിടക്കുകയാണ്. ഇളകാണ്ടിരിക്കാൻ വേണ്ടി അള്ളാഹു ഇങ്ങനെ ആണിയടിച്ച് വെച്ചിരിക്കുകയാണ്. ആ ആണിയാണ് പർവ്വതം. നിങ്ങൾ കാണുന്നില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഈ മണ്ടത്തരമാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ബാബിലോണിയൻ മണ്ടത്തരങ്ങൾ പകർത്തി വെച്ച ഈ പുസ്തകം പ്രപഞ്ചം ഉണ്ടാക്കിയ ദൈവത്തിൻ്റേതല്ല. അറേബ്യയിൽ 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ തലച്ചോറിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള മണ്ടത്തരങ്ങളുടെ സമാഹാരമാണ്. 32, ആകാശത്തെ നാം സൂക്ഷിച്ചു നിർത്തപ്പെട്ട ഒരു മേൽപ്പുരയും ആക്കിയിരിക്കുന്നു. അവരാകട്ടെ അതിലെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് തിരിഞ്ഞു കളയുന്നവരാകുന്നു. പയ്യാരം പറയുന്നതിൻ്റെ കൂടെ മണ്ടത്തരവും പറയുകയാണ്. ആകാശം മേൽക്കൂരയാണ് എന്നുള്ളതൊക്കെ പണ്ട് കാലത്തുള്ള മനുഷ്യരുടെ അന്ധവിശ്വാസമാണ്. മനുഷ്യരിങ്ങനെ കണ്ടുകൊണ്ട് നോക്കിയപ്പോൾ എന്തോ ഒരു സാധനം അവിടെ പൊന്തിച്ച് വെച്ചിട്ടുണ്ടെന്നും അതിന്മേലിങ്ങനെ നക്ഷത്രം പറ്റിച്ച് വെച്ചിട്ടുണ്ടെന്നും ഒക്കെ മനുഷ്യർക്ക് തോന്നി. ആ തോന്നലാണ് മനുഷ്യർ പഴയ കാലത്തെ കെട്ടുകഥകളായിട്ട് രചിച്ചത്. ആ കെട്ടുകഥയാണ് മുഹമ്മദ് ഇവിടെ കോരി ഒഴിച്ചു വെച്ചിട്ടുള്ളത്. അതിനപ്പുറത്ത് ഇതിനകത്ത് ഒരു വസ്തുതയുമില്ല, ഒരു ശാസ്ത്രവുമില്ല, ഒരു വിജ്ഞാനവുമില്ല. മണ്ടത്തരങ്ങൾ മാത്രമേ ഉള്ളൂ. ഭൂമി ഇളകാതെ നിൽക്കുന്ന ഒരു സാധനമല്ല. ആകാശം എന്ന് പറയുന്ന ഒരു മേൽക്കൂരയും ഭൂമിക്കില്ല. ഇതൊക്കെ പണ്ട് കാലത്തെ മനുഷ്യരുടെ വിഡ്ഢിത്തങ്ങളും കെട്ടുകഥകളും മാത്രമാണ്. 33, രാവ്, പകൽ, സൂര്യൻ, ചന്ദ്രൻ എന്നിവയെ പടച്ചുണ്ടാക്കിയവനത്രേ അവൻ.
ഓരോന്നും ഓരോ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭ്രമണപഥം എന്നുള്ളതൊക്കെ പുതിയ കാലത്ത് കൊടുത്തിട്ടുള്ള അർത്ഥമാണ്. ആദ്യകാലത്ത് ഫലക്ക് എന്ന വാക്കിന് ഭ്രമണപഥം എന്നല്ല ആദ്യകാലത്തെ അർത്ഥം. ഈ മുഹമ്മദ് ഇത് പറയുന്ന കാലത്ത് ഫലക്ക് എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്ന വഴി എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. അത് ഭ്രമണപഥം എന്നൊക്കെ ആക്കിയത് പിന്നീട് ശാസ്ത്രീയമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ ഭ്രമണം ചെയ്യുന്നു ഭൂമി എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ കൊടുത്ത അർത്ഥമാണ്. ഇങ്ങനെ അർത്ഥം കൊടുത്ത് പുതിയ പുതിയ അർത്ഥങ്ങൾ മാറ്റി കൊടുത്താണ് ഇതിൽ മായം ചേർക്കുന്നത്, വെള്ളം ചേർക്കുന്നത്. അങ്ങനെയാണ് ഇതിനെ വെളുപ്പിച്ചെടുക്കുന്നത്. ഇവിടെ നോക്കൂ, രാവ് പകൽ സൂര്യൻ ചന്ദ്രൻ എന്നിവയെ പടച്ചുണ്ടാക്കിയവൻ. ഈ രാവും പകലൊക്കെ ഓരോ എൻറ്റിറ്റിയാണ് എന്നാണ് ഈ പടച്ചോൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ രാവും പകലും ഒന്നും ആരും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒരു സാധനം ഇല്ല. എന്താ രാവ് പകൽ എന്ന് പറയുന്നത്? അത് ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോൾ സൂര്യൻ്റെ വെളിച്ചം തട്ടുന്ന ഭാഗത്തിന് നമ്മൾ പകലെന്ന് പറയും, തട്ടാത്ത ഭാഗത്തിന് നമ്മൾ രാത്രി എന്ന് പറയും. അവിടെ വെളിച്ചം തട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് നമുക്കവിടെ ഇരുട്ട് അനുഭവപ്പെടുന്നു. ഈ ഇരുട്ടെന്ന് പറയുന്നൊരു സാധനമില്ല, നിഴലെന്ന് പറയുന്നൊരു സാധനമില്ല, രാത്രി എന്ന് പറയുന്നൊരു സാധനമില്ല. അതൊന്നും ഒരു എൻറ്റിറ്റി അല്ല. അതൊക്കെ വെളിച്ചം തട്ടുന്നതിൻ്റെ അളവിനനുസരിച്ച് വെളിച്ചത്തിൻ്റെ അഭാവത്തെയും വെളിച്ചത്തിൻ്റെ പ്രഭാവത്തെയും നമ്മൾ പേരിട്ട് വിളിക്കുന്നതാണ് രാവ് പകൽ എന്നൊക്കെ. അതൊന്നും അള്ളാഹു പ്രത്യേകമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് അതിങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക റൂട്ടിൽ കൂടെ ഭ്രമണപഥത്തിൽ കൂടെ നീന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. രാവും പകലും ഭ്രമണപഥത്തിൽ നീന്തുന്നൊന്നുമില്ല. സൂര്യനും ചന്ദ്രനും ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഭ്രമണപഥമല്ല ഖുർആനിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഖുർആനിൽ സൂര്യനും ചന്ദ്രനും ഒക്കെ അതിൻ്റെ റൂട്ടിൽ കൂടെ, അതിൻ്റെ വഴിയിൽ കൂടെ, സഞ്ചാര വഴിയിൽ കൂടെ സഞ്ചരിക്കുന്നു, കൂട്ടിമുട്ടാതെ ഓവർടേക്ക് ചെയ്യാതെ എന്നൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ സൂര്യനും ചന്ദ്രനും ഒക്കെ ഏകദേശം ഒരേ റൂട്ടിലൂടെ ആകാശത്തൂടെ അങ്ങനെ സഞ്ചരിക്കുകയാണ് എന്നാണ് മുഹമ്മദ് മനസ്സിലാക്കിയത്, അന്നത്തെ അറബികൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് മുഹമ്മദിൻ്റെ തലയ്ക്കുള്ളിൽ ജീവിച്ചിരുന്ന അള്ളാഹുവും അത് മനസ്സിലാക്കി അതനുസരിച്ച് എഴുതി വെച്ചു. നിഴൽ എന്തോ ഒരു എൻറ്റിറ്റിയാണെന്നാണ് മുഹമ്മദ് വിചാരിച്ചിരുന്നത്. അതുപോലെ ഇരുട്ടും വെളിച്ചമൊക്കെ പകലും രാത്രിയൊക്കെ പ്രത്യേകം എൻറ്റിറ്റികളാണ് എന്നാണ് മുഹമ്മദ് ധരിച്ചു വെച്ചിരുന്നത്. ആ തെറ്റിദ്ധാരണയും മണ്ടത്തരങ്ങളുമാണ് മുഹമ്മദിൻ്റെ അള്ളാഹുവിടെ ആയത്ത് രൂപത്തിൽ എഴുതി വച്ചിട്ടുള്ളത്. 34 നിനക്ക് മുമ്പ് ഒരു മനുഷ്യനും നാം നിത്യജീവിതം നിശ്ചയിക്കുകയുണ്ടായിട്ടില്ല, എന്നിരിക്കെ നീ മരിച്ചാൽ പിന്നെ അവർ ശാശ്വതന്മാരായിരിക്കുമോ? ഇതിനെക്കുറിച്ച് വ്യാഖ്യാതാക്കൾ പറയുന്നത്, ഈ ചങ്ങാതി പണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വൈരം കിട്ടുമല്ലോ എന്ന് അറബികൾ പരിഹാസത്തിൻ്റെയും വിമർശനത്തിൻ്റെയും ഒരു പാരമ്യത്തിൽ പറഞ്ഞിരുന്നു അത്രേ. ഈ ചങ്ങാതിൻ്റെ കാലം കഴിഞ്ഞാലെങ്കിലും നമുക്കൊരു സ്വൈരം കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ മുഹമ്മദ് മരിക്കുന്നതിനെക്കുറിച്ചൊക്കെ അവർ സംസാരിച്ചിരുന്നു എന്നാണ്. അതിനുള്ള മറുപടിയാണ് പോലും ഇത്. നിനക്ക് മുമ്പ് ഒരു മനുഷ്യനും നാം നിത്യജീവിതം നിശ്ചയിക്കുകയുണ്ടായിട്ടില്ല, എന്നിരിക്കെ നീ മരിച്ചാൽ പിന്നെ അവർ ശാശ്വതന്മാരായിരിക്കുമോ? അങ്ങനെ അവർ പറഞ്ഞിട്ടില്ല. മുഹമ്മദ് മരിച്ചാൽ സ്വൈരക്കേട് തീരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുഹമ്മദ് മരിച്ചാൽ പിന്നെ ഞങ്ങളാരും മരിക്കൂല എന്നാണോ? അങ്ങനെയാണോ അവർ പറഞ്ഞത്? അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു കെറിവ് തീർക്കാൻ വേണ്ടിയിട്ട്, ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പിച്ചും പേയും പറയുക. നമ്മുടെ നാട്ടിൽ സാധാരണ ആളുകൾ തമ്മിൽ വഴക്ക് കൂടുമ്പോൾ ഒരു കഥയില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയില്ലേ, അതേപോലെ കഥയില്ലാതെ വിളിച്ചു പറഞ്ഞതാണ്. നീ മരിച്ചാലും ഒരു ശാശ്വതന്മാരൊന്നും ആവില്ല, ഓലും മരിക്കുന്നതാണ്. അവരവിടെ ഉദ്ദേശിച്ചത് എന്താണ്? ഈ മുഹമ്മദ് മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള ആളുകൾക്ക് സ്വൈരമായിട്ട് ജീവിക്കാമല്ലോ എന്നാണ്. അതിൻ്റെ അർത്ഥം നാട്ടിലുള്ള ആൾക്കാർ എന്നും മരിക്കാതെ കാലാകാലം ജീവിക്കുന്നല്ല. നാട്ടിൽ മനുഷ്യൻ ഒരിക്കലും മരിക്കുന്നില്ലല്ലോ, മനുഷ്യൻ വ്യക്തികളല്ലേ മരിക്കുന്നുള്ളൂ. മനുഷ്യൻ എന്ന് പറയുന്ന സമൂഹം അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ആ സമൂഹത്തിന് സ്വൈരക്കേടാണ് ഈ ചങ്ങാതി. അതുകൊണ്ട് ഇവൻ്റെ കാലം കഴിഞ്ഞാൽ, ഇവൻ ഇവിടെ നിന്ന് പണി തീർന്നു കിട്ടിയാൽ നമുക്ക് സ്വൈരമായിട്ടിരിക്കാലോ എന്നവർ കളിയാക്കി പറഞ്ഞതിന് അള്ളാഹു ചാടിക്കേറിയിട്ട് മറുപടി പറയാണ്. ഇതൊക്കെ ലോകം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു പടച്ചോൻ്റെ ഒരു കിതാബ് ഉണ്ടാക്കി എഴുതി വെച്ചതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ പടച്ചോൻ്റെ ഒരു നിലവാരം? 35 എല്ലാ ദേഹവും മരണം ആസ്വദിക്കുന്നതാണ്, തിന്മ കൊണ്ടും നന്മ കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാണ്, നമ്മുടെ അടുക്കലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. മരണം പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. ഈ മരണം ഇല്ല എന്നോ അല്ലെങ്കിൽ ശാശ്വതമായിട്ട് ഇവിടെ ജീവിക്കുമെന്നോ അന്നും ഇന്നും ഒരു കാലത്തും മനുഷ്യരാരും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ പറയാത്ത കാര്യത്തിന് അവരെ ചീത്ത പറയേണ്ടേ, കുറ്റം പറയേണ്ട ആവശ്യം എന്താണ്? അപ്പോൾ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന് പറഞ്ഞതനുസരിച്ച് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. 36 അവിശ്വസിച്ചവർ നിന്നെ കണ്ടാൽ അവർ നിന്നെ പരിഹാസ്യമാക്കുകയല്ലാതെ ചെയ്യുകയില്ല. ഇവനാണോ നിങ്ങളുടെ ആരാധ്യന്മാരെ അധിക്ഷേപിച്ച് പറയുന്നവൻ എന്ന്. അവരാകട്ടെ പരമകാരുണികനായുള്ളവൻ്റെ ഉത്ബോധനത്തിൽ അവിശ്വസിക്കുന്നവരുമാണ്. എന്താ അതൊക്കെ പറയേണ്ട ആവശ്യം? ഇവനാണോ ഞങ്ങളുടെ ആരാധ്യന്മാരെ ആക്ഷേപിച്ച് പറയുന്നവർ എന്ന് പറഞ്ഞിട്ട്
മുഹമ്മദിനെ കണ്ടാൽ അവർ കളിയാക്കുമായിരുന്നു. ഇവനാണല്ലോ നമ്മളെ ദൈവങ്ങളെ കളിയാക്കി പറയുന്നവൻ എന്ന് പറഞ്ഞിട്ട് അവർ കളിയാക്കി പോകുമായിരുന്നു. എന്നിട്ട് അള്ളാഹു പറയാണ്, അവരങ്ങനെ നിന്നെ കാണുമ്പോൾ കളിയാക്കി പറയുന്നു, അവർ പരമകാരുണികനായുള്ളവൻ്റെ ഉത്ബോധനത്തിൽ അവിശ്വസിക്കുന്നവരാണ്. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാം. ഒരു പഠിച്ചോനൊരു പുസ്തകം ഇറക്കിയതാണിത്. മനുഷ്യന്മാർക്ക് ലോകാവസാനം വരേക്കുള്ള ഒരു പുസ്തകത്തിലാണ് ഇത്. ഒരു കഥയില്ലാത്ത, ഒരു പ്രസക്തിയും ഇല്ലാത്ത, ഒരർത്ഥവുമില്ലാത്ത പിച്ചും പേയും പറച്ചിലുകൾ കൊണ്ട് വാരിക്കോരി നിറച്ചിരിക്കുകയാണ് ഈ പുസ്തകം. മുഹമ്മദിന് അന്നത്തെ മക്കാരോടുണ്ടായിരുന്ന കലിപ്പും ദേഷ്യവും തീർക്കാൻ വേണ്ടി മുഹമ്മദ് വിളിച്ചു കൂവിയ മണ്ടത്തരങ്ങൾ മുഴുവൻ ഇതിനകത്ത് പകർത്തി വച്ചിരിക്കുന്നു. ലോകം ഉണ്ടാക്കുന്നതിന് മുമ്പ് ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടി ദൈവം തമ്പുരാൻ തയ്യാറാക്കി വെച്ച ഭയങ്കര സംഭവമാണ്, വേദഗ്രന്ഥമാണ് എന്നൊക്കെ പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ നിലവാരമാണിത്. 37. മനുഷ്യൻ ധൃതിയാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ധൃതി കൂട്ടരുത്. മനുഷ്യൻ്റെ സ്വഭാവമാണ് ധൃതി കൂട്ടുക എന്നുള്ളത്. മനുഷ്യൻ്റെ സഹജമായ സ്വഭാവമാണ് എന്നാണ് പോലും ഇവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സഹജമായ സ്വഭാവം മനുഷ്യർക്ക് കൊടുത്ത അതേ പടച്ചോൻ പിന്നെ അവർ ധൃതി കൂട്ടുന്നതിന് അവരെ ചീത്ത പറയേണ്ട കാര്യം എന്താ? അവർ ധൃതി കൂട്ടിയ എന്തിനാണ്? മുഹമ്മദ് പറഞ്ഞു, ഇപ്പോൾ വരാൻ പോവുകയാണ്, നാളെ വരാൻ പോവുകയാണ്, ലോകപ്പം അവസാനിക്കും, നിങ്ങളെപ്പം വിചാരണ ചെയ്യും, നിങ്ങളെപ്പം നരകത്ത് കൊണ്ടുപോകും, നിങ്ങളെ തലയിൽ കൂടെ ഇപ്പോൾ ഇടുത്തി വീഴും, നിങ്ങളിപ്പോൾ മലമറിച്ചും ശിക്ഷിക്കും എന്നിങ്ങനെ നിരന്തരം മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ, നാളെ, ഇപ്പോൾ ഉടനെ എന്ന് അത് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ അധ്യായം തന്നെ തുടങ്ങിയത്. ഉടനെ വരാൻ പോകുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ അവർ ധൃതി കൂട്ടി, അങ്ങോട്ട് വന്നോട്ടെ, ഇങ്ങനെ പടായും പറഞ്ഞ് നടക്കാതെ കാണിക്ക്. ഒന്നുകിൽ നീ പ്രവാചകനാണെന്ന് എന്തെങ്കിലും ദൃഷ്ടാന്തം തെളിവ് കാണിക്കുക, അല്ലെങ്കിൽ നീ ഭീഷണിപ്പെടുത്തുന്നത് പോലുള്ള ശിക്ഷ ഇറക്കി കാണിക്കുക. ഇതൊന്നുമില്ലാതെ എങ്ങനെ വെറുതെ ഞഞ്ഞാ പിഞ്ഞാ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് എന്താ കാര്യം? സ്വാഭാവികമായിട്ടും അവർ ചോദിച്ചു. അതിനാണ് കുറ്റം പറയുന്നത്. ധൃതി കാട്ടുക എന്നുള്ളത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. പക്ഷേ ഒരു ധൃതി കാട്ടിയാലും കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയാണ്. മനുഷ്യൻ്റെ സ്വഭാവമാണ് ധൃതി കാട്ടുന്നത് എങ്കിൽ ആ സ്വഭാവം മനുഷ്യനിൽ ഇഞ്ചക്ട് ചെയ്ത് അതേ പടച്ചോൻ ആ സ്വഭാവം പറഞ്ഞിട്ട് മനുഷ്യൻ്റെ ചീത്ത പറയേണ്ട വല്ല കാര്യമുണ്ടോ? അങ്ങനെ ഒരു ധൃതി കാട്ടുന്ന സ്വഭാവം മനുഷ്യർക്ക് കൊടുക്കാതിരുന്നാൽ പോരെ ദൈവത്തിന്? അത് കൊടുത്തിട്ട് പിന്നെ അവർ ധൃതി കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? നിങ്ങൾ എന്നോട് ധൃതി കൂട്ടരുത് എന്നാണ്. ആരോടാ ധൃതി കൂട്ടിയത്? മുഹമ്മദിനോടാ ധൃതി കൂട്ടിയത്. അതെന്തിനാണ് അള്ളാഹു ഏറ്റെടുക്കാൻ പോകുന്നത്? അള്ളാഹുവിനോടാണ് ധൃതി കൂട്ടിയതെങ്കിൽ അള്ളാഹു ഇങ്ങനത്തെ വിഡിത്തങ്ങൾ പറയല്ല വേണ്ടത്. അള്ളാഹു അവർക്ക് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടത്, കാണിച്ചു കൊടുക്കാൻ വേണ്ടത്. കാണിച്ചു കൊടുക്കാൻ മുഹമ്മദിന് കഴിയുന്നില്ല. കാരണം മുഹമ്മദിൻ്റെ അള്ളാഹു മിഥ്യയായിരുന്നത് കൊണ്ടാണ് മുഹമ്മദിന് കഴിയാതിരുന്നപ്പോൾ മുഹമ്മദ് നിരാശനായപ്പോൾ മുഹമ്മദിന് ദേഷ്യം വന്നപ്പോൾ മുഹമ്മദ് എതിരാളികളെ ചീത്ത പറഞ്ഞു. അത്രയേ ഉള്ളൂ. അതിൽ ഒരു ദൈവത്തിനും ഒരു പങ്കുമില്ല. ഇതൊക്കെ ദൈവം പറഞ്ഞതാണ് എന്ന് പറയുന്നത് ദൈവത്തെ അപമാനിക്കലാണ്. എങ്ങാനും ഒരു ദൈവം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം ഇതൊക്കെ എഴുതി വെച്ചോൻ്റെ തലമണ്ടക്കിട്ട് അടിക്കും. അത്രയ്ക്ക് ദൈവത്തിന് അപമാനകരമായ കാര്യങ്ങളാണ്, നിലവാരമില്ലാത്ത കാര്യങ്ങളാണ് ഇതിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. 38. അവർ പറയുന്നു, ഈ വാഗ്ദാനം എപ്പോഴാണ് ഉണ്ടാവുക, നിങ്ങൾ സത്യവാദികളാണെങ്കിൽ എന്ന്. പറയില്ലേ? ഈ പറഞ്ഞതൊക്കെ ഇങ്ങനെ എടുത്ത് ഉദ്ധരിക്കുകയാണ്. എന്നിട്ട് മറുപടി എന്താ? ഒന്നുമില്ല. തങ്ങളുടെ മുഖങ്ങളിൽ നിന്നാവട്ടെ മുതുകുകളിൽ നിന്നാവട്ടെ അഗ്നിയെ തടയാതിരിക്കുകയും തങ്ങൾക്ക് സഹായം സിദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തെ അവിശ്വസിച്ചവർ അറിഞ്ഞിരുന്നുവെങ്കിൽ. ഇതൊന്നും ഇവരുടെ ചോദ്യത്തിനുള്ള മറുപടിയല്ല. അതൊക്കെ പിന്നീട് എപ്പോഴോ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പേടിപ്പിച്ചതുകൊണ്ട് എങ്ങനെ ഇവർക്കിത് മറുപടിയാകുന്നത്? ഇവരുടെ മുമ്പിൽ മുഹമ്മദ് പറഞ്ഞു നടന്നതാണ് ഉടനെ ശിക്ഷ വരും, ഉടനെ വിചാരണ നടക്കും എന്നത്. അതാണ് അവർ ധൃതി കൂട്ടിയത്. എന്നാൽ പിന്നെ അങ്ങോട്ട് കാണിക്കുക. അതിനുള്ള മറുപടിയാണ് നിങ്ങൾക്ക് തങ്ങളുടെ മുഖങ്ങളിൽ നിന്നാകട്ടെ മുതുകുകളിൽ നിന്നാകട്ടെ അഗ്നിയെ തടയാതിരിക്കുകയും തങ്ങൾക്ക് സഹായം സിദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തെ അവിശ്വസിച്ചവർ അറിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോ കാലത്ത് നടക്കാൻ പോകുന്ന ശിക്ഷയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. 40. എന്നാൽ അത് പെട്ടെന്നവർക്ക് വന്നെത്തും. കണ്ടോ, പിന്നെയും മണ്ടത്തരം പറയാണ്. എന്നാൽ അത് പെട്ടെന്നവർക്ക് വന്നെത്തും, തന്നിമിത്തം അതവരെ അമ്പരപ്പിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അത് തടുക്കുവാൻ അവർക്ക് സാധിക്കുന്നതല്ല, അവർക്ക് ഇടകൊടുക്കപ്പെടുന്നതുമില്ല. പെട്ടെന്ന് വന്നെത്തിയോ? എന്നിട്ട് 1400 കൊല്ലം കഴിഞ്ഞു പോയില്ലേ? അന്ന് മക്കക്കാർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആപത്ത് വന്നെത്തിയോ? അള്ളാഹിൻ്റെ വക മുഹമ്മദ് ചെയ്തിട്ടുണ്ട്, അത് ഓക്കെ. വേറൊരു ആപത്തും അവർക്ക് വന്നിട്ടില്ല. ആപത്ത് വന്നത് മുതൽ മുഹമ്മദിനും മുഹമ്മദിൻ്റെ മക്കൾക്കും മുഹമ്മദിൻ്റെ കുടുംബത്തിനുമാണ്.
അതിൻ്റെ കഥയാണ് ഞാൻ കഴിഞ്ഞ ഫിത്ന എന്നുള്ള എൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞത്. മുഹമ്മദിനും മുഹമ്മദിൻ്റെ കുടുംബത്തിനും പിന്നീട് സംഭവിച്ചത് എന്താണെന്നുള്ളത് ഇസ്ലാമിൻ്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കി. അവരാണ് അതിദയനീയമായിട്ട് കൊല്ലപ്പെട്ടവർ, വേരറുക്കപ്പെട്ടവർ. മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ, മുഹമ്മദിൻ്റെ മരുമകൻ അലി, മുഹമ്മദിൻ്റെ പേരക്കുട്ടികൾ ഹസൻ, ഹുസൈൻ, മുഹമ്മദിൻ്റെ ആ വംശപരമ്പര മൊത്തം ഈ മുഹമ്മദ് ഈ ചീത്ത പറഞ്ഞുകൊണ്ട് നടക്കുന്ന മക്ക ഖുറൈശികളായ അബൂ സുഫിയാൻ്റെയും വലീദ് ബിൻ മുഗീറയുടെയും ആസു ബിൻ വായിലിൻ്റെയും ഒക്കെ മക്കൾ ചേർന്നിട്ട് ഇസ്ലാം തന്നെ അവർ കൈക്കലാക്കിയിട്ട് മുഹമ്മദിൻ്റെ കുടുംബത്തെ വേരോടെ അതിനിഷ്ഠുരമായി അറുത്ത് കളയുന്ന കാഴ്ചയാണ് മുഹമ്മദിൻ്റെ മരണശേഷമുള്ള ഒരു 25 കൊല്ലത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കാണുന്നത്. പേരക്കുട്ടി മടിയിൽ വെച്ച് വളർത്തിയ ഒമന പേരക്കുട്ടിയുടെ തല അറുത്ത് കുന്തത്തിൽ നാട്ടി മൈലുകളോളം ജാഥ നടത്തിയിട്ട് ഈ അബൂ സുഫിയാൻ്റെ പേരക്കുട്ടിയുടെ മുമ്പിൽ കൊണ്ടേ ഹാജരാക്കി. ആരെ? ഹുസൈൻ എന്ന് പറയുന്ന മുഹമ്മദിൻ്റെ മകളുടെ മകൻ, അലിയുടെ മകൻ, മുഹമ്മദ് മടിയിൽ വെച്ച് വളർത്തിയ മുഹമ്മദിൻ്റെ ഓമന പൗത്രൻ. ആ പൗത്രൻ്റെയാണ് തലയോടാണ് ഈ ഇത്രയും നീചമായ പ്രവൃത്തി അബൂ സുഫിയാൻ്റെ മക്കൾ ചെയ്തത്. ഇവിടെ അള്ളാഹു ഇങ്ങനെ അബൂ സുഫിയാനെയും കൂട്ടരെയും ചീത്തയും തെറിയും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഈ അള്ളാഹു എവിടെയായിരുന്നു ഈ അലിയെ കൊല്ലുമ്പോൾ, ഫാത്തിമയെ ഉമർ ചവിട്ടിക്കൊല്ലുമ്പോൾ, ഈ ഹസനെയും ഹുസൈനെയും ഈ ദാരുണമായി കൊല്ലുമ്പോൾ, ഈ വംശത്തെ മുഴുവൻ പരമ്പരയായിട്ട് വേരറുത്തുകൊണ്ട് ഈ അബൂ സുഫിയാൻ്റെയും വലീദിൻ്റെയും ഒക്കെ മക്കൾ ഇസ്ലാം കൈകാര്യം ചെയ്യുമ്പോൾ അള്ളാഹു കൂർക്കം വലിച്ചുറങ്ങിയിരുന്നു. അള്ളാഹുവിനെ എവിടെയും കണ്ടിട്ടില്ല, അള്ളാഹുവിൻ്റെ മലക്കുകളെയും കണ്ടിട്ടില്ല, അള്ളാഹുവിൻ്റെ അബാബീൽ പക്ഷികളൊന്നും കണ്ടിട്ടില്ല. അതാണ് ചരിത്രം. അപ്പോൾ ഇവിടെ പറയുന്ന മക്കയിലെ ഖുറൈശികൾക്കല്ല ആപത്ത് സംഭവിച്ചത്, ദുരന്തം സംഭവിച്ചത് മുഴുവൻ മുഹമ്മദിനും മുഹമ്മദിൻ്റെ കുടുംബത്തിനുമാണ്. അതാണ് ചരിത്രം. അള്ളാഹുവിൻ്റെ ശിക്ഷ ആർക്കും ഇറങ്ങിയിട്ടില്ല. മക്കൾക്കാർക്കും ഇറങ്ങിയിട്ടില്ല, മുഹമ്മദിൻ്റെ കൂട്ടർക്കും ഇറങ്ങിയിട്ടില്ല, ലോകത്താർക്കും ഇറങ്ങിയിട്ടില്ല. കാരണം അങ്ങനെ ഒരു അള്ളാഹു ഇല്ല. അങ്ങനെ ഒരു അള്ളാഹുവിൻ്റെ ശിക്ഷയും ലോകത്ത് എവിടെ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ പൂർവികരുടെ കെട്ടുകഥകൾ വിശ്വസിച്ചിരുന്ന ഒരു അന്ധവിശ്വാസിയുടെ ജൽപ്പനങ്ങൾ മാത്രമാണ് എന്ന് തന്നെയാണ് ചരിത്രം തെളിയിക്കുന്നത്, വസ്തുതകൾ തെളിയിക്കുന്നത്, നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങൾ തെളിയിക്കുന്നത്, സർവോപരി ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ള മരമണ്ടത്തരങ്ങൾ തെളിയിക്കുന്നത്. ഇനി ഇവിടെ നിന്നാകട്ടെ മൂസക്കഥ, ഇബ്രാഹിം കഥ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പൂർവികരുടെ കെട്ടുകഥകൾ അങ്ങനെ ചറപറ പറയാൻ പോവുകയാണ്. അത് നമ്മൾ കുറേ അധ്യായങ്ങളിൽ ആവർത്തിച്ചതാണ്. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടർന്ന് വായിച്ചു പോവാം.